Solid state devices. It is all about semiconductor electronics. സോ മൊഡ്യൂൾ 1 നമുക്ക് വരുന്ന ടോപ്പിക്കുകളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. അതായത് അതിന് തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആണ്. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് സെമി കണ്ടക്ടേഴ്സ്. വൺ ഈസ് എലമെൻ്റൽ ആൻഡ് കോമ്പൗണ്ട് സെമി കണ്ടക്ടർ, പിന്നെ ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്നിവയൊക്കെ. പിന്നീട് വരുന്നത് ചില കോൺസെപ്റ്റുകളാണ്. ഈ കോൺസെപ്റ്റൊക്കെ ഈ കോഴ്സിന് വളരെയധികം ആവശ്യമുള്ളതാണ്. കാരണം ഈ മൊഡ്യൂൾ കഴിഞ്ഞാലും അടുത്ത മൊഡ്യൂളിലൊക്കെ ഇത് ആവശ്യം വരും. അതായത് കോൺസെപ്റ്റ് ഓഫ് എഫക്റ്റീവ് മാസ്, ഫെർമിയോൺസ് ആൻഡ് ഫെർമി ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, ഫെർമി ലെവൽ, ക്വാസി ഫെർമി ലെവൽ, ടോപ്പിംഗ് ആൻഡ് എനർജി ബാൻഡ് ഡയഗ്രാം, എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എന്നിവയൊക്കെ. പിന്നീട് ഈ മൊഡ്യൂൾ വരുന്ന ടോപ്പിക്സാണ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആൻഡ് ജനറേഷൻ ആൻഡ് റീകോമ്പിനേഷൻ മെക്കാനിസം ഓഫ് എക്സസ് കാരിയേഴ്സ്. ഈ മൊഡ്യൂളിൽ നിന്ന് മെയിനായിട്ട് വരുന്നൊരു ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് എന്ന പോർഷനിൽ നിന്നാണ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ. വാട്ട് ആർ സെമി കണ്ടക്ടേഴ്സ്? സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് ഹാവിങ് കണ്ടക്ടിവിറ്റി ഇൻ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. സോ സെമി കണ്ടക്ടേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എലമെൻറ്റ്സ് ഇൻ ഗ്രൂപ്പ് 40 or by the combinations of elements in group 13 and group 15. സോ കോമൺലി യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾസ് ആണ് സിലിക്കൺ, ജെർമാനിയം, ഗാലിയം ആർസനൈഡ് എക്സെട്ര. Semiconductors is also called as controlled conductors because its conductivity can be controlled. Semiconductors are basically in solid state. So semiconductors ഉണ്ടാക്കിയിരിക്കുന്നത് by combining atoms. For studying properties of semiconductors, we have two models. One is covalent bond model and other one is energy band model. Covalent bond model എന്താണെന്ന് വെച്ചാൽ അതിൽ ഓരോ ആറ്റംസ് ഇൻ്റർകണക്റ്റ് ചെയ്തിരിക്കുന്നത് കോവലൻ്റ് ബോണ്ട് വഴിയാണ്. അതായത് ബൈ ഷെയറിങ് ഔട്ടർ മോസ്റ്റ് electron. Next we have energy band model. In energy band model we can see several energy bands containing electron. ഈ എനർജി ബാൻഡ്സ് എങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ചാൽ ബൈ ഗ്രൂപ്പിംഗ് electron having similar energy level in each atom. Some of the examples are valence band and conduction band. Valence band are formed by combining valence electrons having similar energy level in each atom, and conduction bands are formed by combining free electrons in each atom having similar energy level. So ഈ രണ്ട് മോഡൽ നമുക്ക് സെമി കണ്ടക്ടേഴ്സിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കാൻ വേണ്ടി വളരെ യൂസ്ഫുള്ളാണ്. In the screen now you can see energy band diagrams of metal, semiconductor and insulators. So in energy band model we have the valence band and conduction band. In between valence band and conduction band we have energy band gap. For making conduction possible, electron from the valence band must be reached to conduction band by gaining energy greater than energy band gap. So conductors energy band valence bandum conduction bandum close to each other ആണ്. So electrons can easily travel from one band to another. So conductors are always conducting because of it. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എനർജി ബാൻഡ് ഗ്യാപ്പ് വളരെ വലുതാണ്. അപ്പോൾ വാലൻസ് ഇലക്ട്രോൺസിന് ഒരിക്കലും കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്താൻ പറ്റില്ല. സോ ഇൻസുലേറ്റേഴ്സ് ആർ നോട്ട് കണ്ടക്റ്റിംഗ്. ബട്ട് ഇൻ കേസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്
എന്താണ് എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ഇൻസുലേറ്റേഴ്സ് ആൻഡ് കണ്ടക്ടേഴ്സ്, അതായത് ഇൻസുലേറ്റേഴ്സിനേക്കാൾ കുറവും കണ്ടക്ടേഴ്സിനേക്കാൾ കൂടുതലുമാണ്. സോ കണ്ടക്ഷൻ ഈസ് പോസിബിൾ by providing energy to electron in valence band through several techniques such as increasing temperature, doping, etc. Next, in this module we have different types of classification of semiconductors. So first type of classification of semiconductor ആണ് elemental and compound semiconductor. This classification is based on components used to make semiconductor. Elemental semiconductors. Elemental semiconductors എന്താണെന്ന് വെച്ചാൽ such type of semiconductors are mainly built up of elements from group 14 only. Examples silicon, germanium, etc. This type of semiconductors are commonly used in industries. Next type ആണ് compound semiconductors. Compound semiconductors are formed by grouping elements in group 13 and group 15. So example for such type are gallium arsenide, gallium phosphide, etc. Next type of classification ആണ് direct and indirect semiconductors. This type of classification is based on propagation constant values of conduction band minimum and valence band maximum. So ഇത് പറയാൻ വേണ്ടി we have to plot energy bands in a graph containing x-axis as propagation constant and y-axis as energy. So direct semiconductors എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡിൻ്റെ മിനിമവും വാലൻസ് ബാൻഡിൻ്റെ മാക്സിമത്തിനും സെയിം വാല്യൂ ഓഫ് കെ ആയിരിക്കും. അവിടെ മൊമെൻറ്റം ചേഞ്ച് നടക്കുന്നില്ല. ആൻഡ് വെൻ ഇലക്ട്രോൺ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ് എനർജി ഈസ് ലിബറേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഫോട്ടോൺ. ഈ ടൈപ്പിന് എക്സാമ്പിളാണ് gallium arsenide, indium arsenide, etc. Indirect semiconductor. Indirect semiconductors എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡ് മിനിമം വാലൻസ് ബാൻഡ് മാക്സിമത്തിനും ഡിഫറെൻറ്റ് കെ വാല്യൂ ആയിരിക്കും. സോ there will be an intermediate stage for releasing energy when electron is transferred from one band to another. So ഇവിടെ energy is released in the form of phonons ആയിട്ടായിരിക്കും മൊമെൻറ്റം ചേഞ്ച് ടേക്ക് പ്ലേസ് ചെയ്യും ഇവിടെ. സോ ഈ ടൈപ്പിന് എക്സാമ്പിളാണ് ക്രിസ്റ്റലൈൻ സിലിക്കൺ ആൻഡ് ജർമാനിയം. Next type of classification of semiconductors are intrinsic semiconductors and extrinsic semiconductors. This type of classification is based on presence of impurities in a semiconductor. So intrinsic semiconductors എന്ന് പറഞ്ഞാൽ they are perfect and pure semiconductor without any impurity. So ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ ഒരു ബോണ്ട് മോഡൽ. ഫോർ എക്സാമ്പിൾ നമ്മുടെ സെമി കണ്ടക്ടർ സിലിക്കൺ ആണെന്ന് വയ്ക്കുക. സോ ഇൻ ദാറ്റ് ഓരോ സിലിക്കണിന് ചുറ്റും 4 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. ഈ ഓരോ വാലൻസ് ഇലക്ട്രോൺ തൊട്ടടുത്തുള്ള സിലിക്കണിൻ്റെ വാലൻസ് ഇലക്ട്രോണായിട്ട് കോവലൻ്റ് ബോണ്ട് ഫോം ചെയ്തിരിക്കും. ഇവിടെ there is no free electron and holes that we study in next case. So it is basically a pure semiconductor without any impurity. In intrinsic semiconductors, conduction is possible by intrinsic carrier that is generated in it.
Intrinsic carriers are basically electrons and holes. They are formed as pairs, so it is also known as electron hole pairs. Electrons are negatively charged species, whereas holes എന്ന് പറഞ്ഞാൽ absence of electron. We consider it as positive charged species. So in intrinsic semiconductors എങ്ങനെയാണ് electrons and holes ഉണ്ടാവണമെന്ന് വെച്ചാൽ at 0 Kelvin വാലൻസ് ബാൻഡിൽ കംപ്ലീറ്റ് ഇലക്ട്രോൺസ് ഫിൽഡ് ആയിരിക്കും ആൻഡ് കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. സോ ആസ് എ ടെമ്പറേച്ചർ ഇൻക്രീസസ് the electrons in the valence band gain energy to pass over energy band gap and reach to conduction band. In such manner, conduction is possible in intrinsic semiconductor. So, in intrinsic semiconductor, the main relationship is that N equal to P equal to Ni or Np equal to Ni square. ഈ റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. So, to maintain equilibrium, intrinsic carrier generated must be recombined. So, generation rate is equal to recombination rate. That is, Ri equal to Gi. That is, alpha R N naught P naught equal to alpha R Ni square, where alpha R is a constant for recombination mechanism. Next type is extrinsic semiconductor. These are semiconductor having impurities in it. This impurity helps them to improve their conductivity. So they are of two types based on type of impurity. Different types of impurities are donors and acceptors. Donors nu parnja they will provide electrons to group 14 elements in semiconductor, whereas acceptors receive electron from the element group 14 element in semiconductor for making bonds. The N-type semiconductors are formed by doping the semiconductor with group 15 elements. They are also known as pentavalent elements because in their valence shell there is only 5 electrons. Examples for donor type impurities are phosphorus, arsenic, antimony, etc. So in the figure we can see how pentavalent elements, that is donors, helps in doping. ഇവിടെ എന്താ നടക്കണതെന്ന് വെച്ചാൽ ഇമ്പ്യൂരിറ്റി ആറ്റത്തിന് 5 വാലൻസ് ഇലക്ട്രോൺ ഉണ്ടാവും. നമ്മുടെ സെമി കണ്ടക്ടേഴ്സിന് ഉള്ള എലമെൻറ്റിന് ആറ്റത്തിന് 4 വാലൻസ് ഇലക്ട്രോൺ ഉണ്ടാവുള്ളൂ. സോ ഈ ഇമ്പ്യൂരിറ്റി അതിലേക്ക് വരുമ്പോൾ അതിൻ്റെ 4 വാലൻസ് ഇലക്ട്രോൺ വെച്ചിട്ട് അത് ബോണ്ട് ഫോം ചെയ്യും. സോ 5ാമതൊരു ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് വരും. ദിസ് ഫ്രീ ഇലക്ട്രോൺ ഈസ് മെയിൻ റീസൺ ഫോർ conduction in semiconductor. So here the majority carrier is electron. Now you can see energy band diagram of N-type semiconductor. By introducing donor impurity to a semiconductor, a new energy level is created, that is donor energy level. Donor energy level consists of electrons in donor atom. So this donor energy level is very close to conduction band. So electrons from donor level can easily travel from donor level to conduction band. As more number of electron can be traveled from donor level to conduction band, we can say that conductivity of this semiconductor is increased. Here the majority carriers are holes.
പിന്നെ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ വരുന്ന ഒരു മെയിൻ പോയിൻ്റാണ്, അതായത് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ ഹോൾസിൻ്റെ നമ്പർ ഈവൻ ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷനൊക്കെ താഴെയാണ്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് electrons are majority carrier, that is amount of electrons is very more than holes, therefore the holes get recombined with the electron, so number of holes is less even than the intrinsic carrier concentration. Next type of extrinsic semiconductor ആണ് p-type semiconductor. They are formed by doping with acceptor impurities, that is elements from group 13 such as boron, aluminium, gallium, indium, thallium, etc. These elements have 3 electrons in their valence shell. ഇത് എങ്ങനെയാണ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഇമ്പ്യൂരിറ്റിയുടെ വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ ഉണ്ടാവുള്ളൂ. സോ സെമി കണ്ടക്ടർ ആറ്റത്തിലേക്ക് അത് വരുമ്പോൾ ഈ 3 ഇലക്ട്രോൺ നമ്മുടെ സെമി കണ്ടക്ടർ ആറ്റം, അതായത് സിലിക്കണായിട്ട് ബോണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഒരു ഇലക്ട്രോൺ ബാക്കി വരും, കാരണം സിലിക്കണിൻ്റെ വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ട്, അതിൽ 3 ബോണ്ടിങ്ങിന് പങ്കെടുക്കുള്ളൂ. അപ്പോൾ ഒരു ഗ്യാപ്പ് വരും, ദാറ്റ് ഈസ് ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺ, that is known as holes. So in this manner holes is created in p-type semiconductor. In p-type semiconductor holes are majority current carriers. Now you can see energy band diagram of p-type extrinsic semiconductor. Here when we apply an acceptor impurity, a new energy level is created. It is called acceptor impurity energy level. This energy level consists of holes in acceptor impurity atom. So acceptor impurity energy level will be close to valence band. So electrons in the valence band can be easily transferred to acceptor impurity energy level. As a result, holes are created in valence band. So conduction നടക്കുകയെന്ന് വെച്ചാൽ എന്താ, കണ്ടക്ഷൻ ബാൻഡ് ഫില്ല് ആവുക ആൻഡ് വാലൻസ് ബാൻഡ് ഹോൾസ് ക്രിയേറ്റഡ് ആവുക. ഇൻ ദിസ് കോണ്ടെസ്റ്റ് ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ കുറേ ഹോൾസ് വാലൻസ് ബാൻഡ് ക്രിയേറ്റഡ് ആവുന്നുണ്ട്. സോ കണ്ടക്ഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് വിത്ത് ഹോൾസ് ആസ് മെജോറിറ്റി കാരിയർ. ഇൻ ദിസ് മാനർ കണ്ടക്ടിവിറ്റി ഈസ് ഇൻക്രീസ്ഡ് ഇൻ p-type extrinsic semiconductor. Now we want to say some points about electrons and holes because they are the main carriers in semiconductor. അതായത് ഹോൾസ് എന്ന് പറഞ്ഞാൽ vacancy that created in valence band. In conduction band, when electrons starts to fill, there will be holes created in valence band. So they are also known as electron hole pair, because without electron moving from valence band to conduction band, holes cannot be created. So they are always formed as a pair. പിന്നെ ഈ ടോപ്പിക്കിൽ വരുന്ന മറ്റൊരു പോയിൻ്റ് ആണ്, ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും ഹോളിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ. Now we can see energy band diagram of intrinsic and extrinsic semiconductor. So at 0 Kelvin intrinsic semiconductors there will be no conduction, because at that time valence band is completely filled and conduction band is completely empty. So electrons in valence band don't have sufficient energy to move to conduction band. But in case of extrinsic semiconductor, even at 0 Kelvin there will be a conduction. This conduction is due to dopants added to semiconductor. Next we want to add some point about intrinsic carriers, that is
ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഹോൾസ് ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യും ആൻഡ് ഇലക്ട്രോൺ അതിന് ഓപ്പോസിറ്റായിട്ടാണ് മൂവ് ചെയ്യുക. നെക്സ്റ്റ്, majority carrier concentration depends upon doping and also depend with temperature. ഈ രണ്ട് പോയിൻറ്റ്സ് നെക്സ്റ്റ് വരുന്ന പോർഷൻസിൽ ഭയങ്കര ആവശ്യമായിട്ട് വരും. നെക്സ്റ്റ് ഈ മൊഡ്യൂൾ വരുന്ന ടോപ്പിക്കാണ് എഫക്റ്റീവ് മാസ്. ഇറ്റ് ഈസ് ബേസിക്കലി എ കോൺസെപ്റ്റ്. അതായത് ഇപ്പോൾ ഒരു ഇലക്ട്രോൺ ഫ്രീ സ്പേസിൽ കൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യില്ല. സോ there will be no change in its mass. But in semiconductor, electrons are moving through crystals because basically semiconductors solid ആയതുകൊണ്ട് so it will affected by several force in that crystal. So we redefine mass to incorporate or neglect other effective force. Such mass is known as effective mass. The calculation of effective mass must take into account the shape of energy band in three-dimensional k-space, taking appropriate average over energy bands. അതായത് എഫക്റ്റീവ് മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു പ്ലോട്ട് എനർജി ബാൻഡ് ഇൻ എ ഗ്രാഫ് കണ്ടെയ്നിങ് എനർജി ഇൻ വൈ ആക്സിസ് ആൻഡ് കെ ഇൻ എക്സ് ആക്സിസ് വെർ കെ ഈസ് നോൺ ആസ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് ദാറ്റ് ഈസ് 2π/λ. So from this graph we can get a relation that m star equal to h cross square by d square e by dk square, where d square e by dk square is known as curvature of the band. Effective mass representation we always use the term m star. So from this, effective mass is inversely proportional to curvature of the band. So ഒരു ബാൻഡിൻ്റെ കർവേച്ചർ കൂടുതലാണെങ്കിൽ എഫക്റ്റീവ് മാസ് കുറവായിരിക്കും. നെക്സ്റ്റ് ഈ മൊഡ്യൂളിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫെർമി ഡയറക്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ ഫെർമി ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ സ്റ്റാറ്റിസ്റ്റിക്സ് വിച്ച് പ്രൊവൈഡ് probability of occupancy of energy levels by fermions. Fermions are particles with half integral spin, such as particles like electron. So they obey Pauli's exclusion principle. So relating to this, we have a new concept, that is Fermi level. Fermi level is represented by EF. It is the highest energy level that an electron can occupy at 0 Kelvin temperature. This is known as Fermi level. The Fermi level lies between valence band and conduction band because at 0 Kelvin temperature electrons are all in lowest energy state. Similar to Fermi level, we have another topic, that is quasi-Fermi level. Quasi-Fermi level is represented by Fn and Fp. The concept of quasi-Fermi level is introduced when there is an excess carriers in semiconductor, and it is analogous to Fermi level in equilibrium. So quasi-Fermi level എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെമി കണ്ടക്ടർ ഇക്വിലിബ്രിയം കണ്ടീഷനിലാകുമ്പോഴാണ് നമ്മൾ ഫെർമി ലെവൽ ഉപയോഗിക്കുക. ബട്ട് എക്സസ് കാരിയേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ ദ കോൺസെപ്റ്റ് ഓഫ് ഫെർമി ലെവൽ ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു ഡിസ്ക്രൈബ് ഇറ്റ്സ് പ്രോപ്പർട്ടി. സോ വി ഇൻട്രൊഡ്യൂസ് അനദർ കോൺസെപ്റ്റ്, ദാറ്റ് ഈസ് ക്വാസി ഫെർമി ലെവൽ. ദ ഡീവിയേഷൻ ഓഫ് ക്വാസി ഫെർമി ലെവൽ ഫ്രം Fermi level indicates how far the electron and hole populations are from equilibrium values of
electrons and holes, that is N0 and P0. So to find probability of an electron with energy E, we use the equation f of E equal to 1 by 1 plus e raised to e minus ef by kt, where E is known as energy of electron, Ef is Fermi level, K is Boltzmann constant. Its value is 8.62 into 10 raised to minus 5 electron volt, or 1.38 into 10 raised to minus 23 joule per Kelvin. T is temperature in Kelvin. Here we can use a shortcut, that is, we can take the value of KT as 0.026 electron volt for every 300 Kelvin. At 0 Kelvin, the Fermi level is in the center of conduction and valence band, that is, it will be in the center of energy band gap. So f of E measure probability of occupancy of electron in available energy level above Fermi level, and 1 minus f of E measure probability of vacancy of electron in available energy level, that is below Fermi level. So ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഫെർമി ലെവലിൽ മുകളിലുള്ള എനർജി ലെവലിലെ ഒക്യുപ്പൻസിയും ഫെർമി ലെവലിൻ്റെ താഴെയുള്ള എനർജി ലെവലിലെ വേക്കൻസിയും സെയിം ആയിരിക്കും. അതായത് ഇപ്പോൾ ഇലക്ട്രോൺ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുമ്പോഴാണ് കണ്ടക്ഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ വാലൻസ് ബാൻഡിൽ ഉണ്ടാവുന്ന വേക്കൻസിയും കണ്ടക്ഷൻ ബാൻഡിൽ ഉണ്ടാവുന്ന ഒക്യുപ്പൻസിയും സെയിം ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെയും. സോ ദിസ് റിലേഷൻ ക്യാൻ ബി സ്റ്റേറ്റഡ് യൂസിങ് ദി ഇക്വേഷൻ എഫ് ഓഫ് ഇ എഫ് പ്ലസ് ഡെൽറ്റ ഇ ഈക്വൽ ടു 1 മൈനസ് എഫ് ഓഫ് ഇ എഫ് മൈനസ് ഡെൽറ്റ ഇ. In short, probability of finding electrons and probability of finding holes are equal. ഇതാണ് ആ ഇക്വേഷൻ വെച്ച് ഉദ്ദേശിക്കുന്നത്. This is the proof of that equation. So first we consider a delta E energy level above Fermi level, that is f of EF plus delta E, and substitute EF plus delta E in the place of E in the equation for finding probability. അപ്പോൾ നമുക്ക് 1 by 1 plus e raised to EF plus delta E minus EF by KT എന്ന് കിട്ടും. That is equal to 1 by 1 plus e raised to delta E by KT. So next, to find vacancy, we want to take 1 minus f of EF minus delta E, that is equal to 1 minus 1 by 1 plus e raised to EF minus delta E minus EF by KT. ഇവിടെയും ഇക്ക് പകരം EF minus delta E എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So by solving the equation we will get the same result as we get for f of EF plus delta E. Thus it is proved that probability of finding electron and probability of finding hole are equal. Now in the screen you can see a graph of Fermi direct distribution function. ഇതിലെ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞ എനർജി ലെവലാണ്, എഫ് ഓഫ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ്, അതായത് പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ആണ് വൈ ആക്സിസിൽ. So in intrinsic semiconductor at equilibrium condition, that is at 0 Kelvin temperature, all the electrons are present in Fermi level. As the temperature increases, probability of finding electron increases in an energy level greater than Fermi level, and probability of finding holes, that is vacancy, increases in an energy level
ബിലോ ദി ഫെർമി ലെവൽ. അത് തന്നെയാണ് ഈ ഗ്രാഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇ എഫ് എന്ന് പറഞ്ഞാൽ ഫെർമി ലെവൽ 0 കെൽവിനിൽ ഫെർമി ലെവലിലാണ് ഇലക്ട്രോൺ ഉണ്ടാവുക. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ എനർജി ഗ്രേറ്റർ ദാൻ ഫെർമി ലെവൽ, അതായത് നമ്മൾ ഗ്രാഫിൻ്റെ റൈറ്റിലേക്ക് പോകുന്തോറും ഇലക്ട്രോൺസിനെ കാണാൻ സാധിക്കും. അതേ എമൗണ്ടിൽ തന്നെ എനർജി നമ്മൾ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ അത്രത്തോളം തന്നെ ഹോൾസിനെ അവിടെ കാണാൻ സാധിക്കും. ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഗ്രാഫ് വിക്കെയിം മോർ സ്ലോപ്പർ, അതായത് ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരും. നെക്സ്റ്റ് ഈ മൊഡ്യൂളിൽ വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ്. ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എന്താണെന്ന് വെച്ചാൽ ഫോർ എ ഗിവൻ വോളിയം ഓഫ് എനർജി ലെവൽ അതിലെത്രത്തോളം ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് ഇലക്ട്രോൺ ഓർ ഹോൾസ് ആർ പ്രസൻറ്റ് എന്നതിൻ്റെ മെഷറാണ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്. എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എന്താണെന്ന് വെച്ചാൽ ഫോർ എ ഗിവൻ വോളിയം ഓഫ് എഫക്റ്റീവ് എനർജി ലെവൽ അത് എത്രത്തോളം ഡിഫറെൻറ്റ് ഇലക്ട്രോൺ ഓർ ഹോൾ സ്റ്റേറ്റ്സ് ആർ പ്രസൻറ്റ് എന്നതിനുള്ള മെഷറാണ് എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്. അതായത് ഈ എഫക്റ്റീവ് എനർജി ലെവൽ ഓർ എഫക്റ്റീവ് എനർജി റീജിയൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റീജിയൻ വേർ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആർ മോസ്റ്റ് പ്രോബബ്ലി ക്യാൻ ബി സീൻ. അതായത് ഇപ്പോൾ വാലൻസ് ബാൻഡിൻ്റെ ടോപ്പിലായിരിക്കും ഹോൾസൊക്കെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. വാലൻസ് ബാൻഡിൻ്റെ അടിക്ക് പോകുന്നതോറും പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഹോൾസ് ആർ വെരി ലെസ്. Similarly, in the case of conduction band, electrons are mostly seen in the bottom of conduction band. As we go up, the chance of finding electron is less. So these regions are effective energy level or effective energy region. These concepts are very important in kinetic theory of solid, and this is also useful in different regimes ഓഫ് ഡോപ്പിംഗ് ഇൻ സെമികണ്ടക്ടർ. അതായത് ഡോപ്പിങ്ങിന് സെമികണ്ടക്ടർ ഡോപ്പ് ചെയ്യുന്ന പല സ്റ്റേജിലും ഈ കൺസെപ്റ്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. സോ നെക്സ്റ്റ് ഈ മൊഡ്യൂളിൽ നമുക്കുള്ളത് ഒരു ഡെറിവേഷനാണ്. ഇറ്റ് ഈസ് അബൌട്ട് ഇലക്ട്രോൺ ആൻഡ് ഹോൾ കോൺസെൻട്രേഷൻ അറ്റ് ഇക്വിലിബ്രിയം. വി യൂസ് ദ സിമ്പിൾസ് N0 and P0 ഫോർ റെപ്രസെൻറ്റിംഗ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺ and holes. So equilibrium concentration of electron, that is N0, is equal to integral EC to infinity f of e into n of e into dE. n of e എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എനർജി സ്റ്റേറ്റ്, n of e into dE എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ് വിത്തിൻ ദ റേഞ്ച് ഓഫ് dE. അതായത് ഓവറോൾ എഫ് ഓഫ് ഇ ഇൻറ്റു എൻ ഓഫ് ഇ ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ ഫോർ എൻ എഫക്റ്റീവ് എനർജി റീജിയൻ ദ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ വി ഇൻ്റഗ്രേറ്റ് ഇറ്റ് ഫ്രം ഇ സി ടു ഇൻഫിനിറ്റി. ഇ സി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ഇറ്റ് വിൽ എക്സ്റ്റെൻഡ് അപ്പ് ടു ഇൻഫിനിറ്റി. ബട്ട് നമുക്ക് ഇൻഫിനിറ്റി വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതിൻ്റെ കാര്യമില്ല. കാരണം ദർ ഇസ് എ റിലേഷൻ എൻ ഓഫ് ഇ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എനർജി ലെവൽ. അതായത് നമ്പർ ഓഫ് എനർജി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എനർജി ലെവലിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ എനർജി കൂടുന്തോറും നമ്പർ ഓഫ് എനർജി സ്റ്റേറ്റ് കുറയും. സോ there is no meaning for finding integral from EC to infinity. So we find effective equilibrium concentration in effective region. So ആ റീജിയൻ എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡിൻ്റെ ബോട്ടം പോർഷനിലായിരിക്കും കൂടുതലായിട്ട് ഇലക്ട്രോൺ കാണാൻ സാധിക്കുക. സോ വി ക്യാൻ റീപ്ലേസ് integral EC to infinity into n of e into dE with the new term known as NC. NC എന്ന് പറഞ്ഞാൽ effective density of state in conduction band. സോ നമുക്ക് N0 റീറൈറ്റ് ചെയ്യാം. അതായത് N0 ഈക്വൽ ടു
NC into F of EC. That is our equation number 2. Next, F of EC എന്ന് പറഞ്ഞാൽ ഫെർമി ഡയറാക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷനിൽ ഇക്ക് പകരം ഇ സി കൊടുക്കുക. സോ ഇറ്റ് വിൽ ഈക്വൽ ടു 1/1 പ്ലസ് ഇ റേസ് ടു ഇ സി മൈനസ് ഇ എഫ് ബൈ കെ ടി. ദാറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഇ സി മൈനസ് ഇ എഫ് ബൈ കെ ടി. ഇവിടെ നമ്മൾ എന്താ വണ്ണിനെ നെഗ്ലക്റ്റ് ചെയ്തു, because the term e raised to ec minus ef by kt is larger than, very larger than 1. So applying that value of f of ec in our equation number 2, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് n not equal to nc into e raised to minus ec minus ef by kt. This is our equation number 4. Next നിങ്ങൾ ഒരു നോട്ടാണ്, അതായത് എൻ സി ആൻഡ് എൻ വി അതിൻ്റെ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് എന്നതിനെ പറ്റിയാണ്. ദിസ് ഇക്വേഷൻ യു ഷുഡ് ബൈ ഹാർട്ട്. ഈ ഇക്വേഷൻ്റെ പ്രൂഫൊന്നും നമ്മുടെ സിലബസിൽ പറയണില്ല. സോ എൻ സി ക്യാൻ ബി ഫൗണ്ട് ഔട്ട് യൂസിങ് എൻ സി ഈക്വൽ ടു 2 into 2 pi mn star kt by h square whole raised to 3/2. NV equal to 2 into 2 pi m star p kt by h square whole raised to 3/2, where mn star is effective mass of electron and mp star is effective mass of holes. സോ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഇലക്ട്രോണിനെ പറ്റിയാണ്. സോ സിമിലർലി വി ഹാവ് holes. So equilibrium concentration of holes is represented by P naught. Therefore P naught equal to NV into 1 minus F of EV. നമ്മളിവിടെ 1 minus F of EV എന്താ എടുക്കുന്നതെന്ന് വെച്ചാൽ that is vacancy. Holes are mainly vacancy of electron. So 1 minus F of EV എന്താ എഫ് ഓഫ് ഇ വി എന്ന് പറഞ്ഞാൽ ഫെർമി ഡയറാക് ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷനിൽ ഇക്ക് പകരം ഇ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 1 minus 1/1 പ്ലസ് ഇ റേസ് ടു ഇ വി മൈനസ് ഇ എഫ് ബൈ കെ ടി. ദിസ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഇ എഫ് മൈനസ് ഇ വി ബൈ കെ ടി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 7. So applying the value of equation number 7 to equation number 6, that is P naught equal to NV into 1 minus F of EV. Then we get P naught equal to NV into e raised to minus EF minus EV by KT. NV എന്ന് പറഞ്ഞാൽ effective density state in valence band. അതായത് വാലൻസ് ബാൻഡിൽ ഹോൾസ് എല്ലാം കൂടുതൽ കാണാൻ സാധിക്കുന്നത് ടോപ്പ് പോർഷനിലായിരിക്കും. സോ ദാറ്റ് ഈസ് NV. So according to law of mass action in semiconductor, we know that N naught into P naught equal to Ni square. This is our equation number 10. For intrinsic semiconductor, N naught equal to P naught equal to Ni. സോ നമുക്ക് ഇക്വേഷൻ നമ്പർ 4ലെ NI വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ദെർഫോർ NI ഈക്വൽ ടു NC ഇൻറ്റു ഇ റേസ് ടു മൈനസ് EC മൈനസ് EF ബൈ KT. സിമിലർലി ഇക്വേഷൻ നമ്പർ 9, ദാറ്റ് ഈസ് P naught ഈക്വൽ ടു NV ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇ എഫ് മൈനസ് ഇ വി ബൈ കെ ടിയിലെ പി നോട്ടിനെയും നമുക്ക് NI വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ NI ഈക്വൽ ടു NV ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇ എഫ് മൈനസ് ഇ വി ബൈ കെ ടി. സോ അപ്ലൈയിങ് മാസ് ആക്ഷൻ ലോ വി ഗെറ്റ് N naught into P naught equal to NC NV into e raised to minus EC minus EV by KT.
that's equal to EC minus EV എന്ന് പറഞ്ഞാൽ EG energy gap ആണ്. So EC minus EV can be replaced by EG. Therefore NC into EV into e raised to minus EG by KT, that's equal to NA square. Therefore we can find the NA by taking the root. Therefore NA equal to root of NC MV into e raised to minus EG by 2 KT. This is our equation number 11. Na എന്ന് പറഞ്ഞാൽ intrinsic carrier concentration in intrinsic semiconductor. Next, N0 equal to NC into e raised to minus EC minus EF by KT. അത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 12. നമുക്കറിയാം ഫോർ ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ EF ഈക്വൽ ടു EI, ദാറ്റ് ഈസ് ഫെർമി ലെവൽ എന്ന് പറഞ്ഞാൽ എനർജി ലെവൽ ഓഫ് കാരിയേഴ്സ്, ദാറ്റ് ഈസ് EG by 2 ആൻഡ് N0 ഈക്വൽ ടു NI. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്പർ 12 N0-നെ NI വെച്ച് റീപ്ലേസ് ചെയ്തു. So we get Na equal to Nc into e raised to minus Ec minus Ei by KT. ഇതിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ EFന് പകരം EI സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, N0-ന് പകരം NI സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് NCയുടെ വാല്യൂ കിട്ടും. അതായത് NC ഈക്വൽ ടു NI ഇൻറ്റു e raised to EC minus EI by KT. സോ ഈ NCയുടെ വാല്യൂ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ഇക്വേഷൻ നമ്പർ 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ വി ഗെറ്റ് N0 ഈക്വൽ ടു NI ഇൻറ്റു e raised to EC minus EI by KT ഇൻറ്റു e raised to minus EC minus EF by KT. സോ അത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ സൊല്യൂഷനാണ് equilibrium concentration of electron, that is N0. Thus N0 equal to Ni into e raised to EF minus EI by KT. Similarly, in the case of holes, P0 equal to Nv into e raised to minus EF minus EV by KT. For intrinsic semiconductor, EF equal to EI and MP equal to Ni. So substituting these values in the equation number 50, we get Ni equal to Nv into e raised to minus EI minus EV by KT. ഫ്രം ദ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് NVയുടെ വാല്യൂ കിട്ടും. അതായത് NV ഈക്വൽ ടു Ni ഇൻറ്റു e raised to മൈനസ് EI മൈനസ് EV ബൈ KT. അതായത് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ആ ടേം എക്സ്പോണൻഷ്യൽ ടേമിന് അപ്പുറത്തുണ്ടായ NV കിട്ടും. സോ അപ്ലൈയിങ് ദ equation number 16 in our equation number 50, we get P0 equal to Ni into e raised to EI minus EV by KT into e raised to minus EF minus EV by KT. By solving the equation, we get P0 equal to Ni into e raised to EI minus EF by KT. This is the equation for equilibrium concentration of holes. So finally, നമ്മൾ equilibrium concentration of electron and equilibrium concentration of hole എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെ ഡെറിവേഷൻ കംപ്ലീറ്റ് ചെയ്തു. സോ ഇൻ ഷോർട്ട്, N0 equilibrium concentration of electron equal to Ni into e raised to EF minus EI by KT, and equilibrium concentration of holes P0 equal to Ni into e raised to EI minus EF by KT. So in SSD, expressing a quantity with unit is
highly important. So P naught and N naught are represented by the unit per centimeter cube. So finally we have some points to remember. That is, for silicon at 300 Kelvin, the intrinsic carrier concentration Ni value is 1.5 into 10 raised to 10 per centimeter cube, and its Eg value is 1.1 electron volt, and its built-in potential is 0.7 volt. For germanium, intrinsic carrier concentration at 300 Kelvin is 2.5 into 10 raised to 30 per centimeter cube. Its Eg value, അതായത് എനർജി gap value, is 0.7 electron volt, and its built-in potential value is 0.3 volt. നെക്സ്റ്റ് ഈ മൊഡ്യൂൾ വരുന്ന ടോപ്പിക്കാണ് എക്സസ് കാരിയർ ഇൻ സെമികണ്ടക്ടർ. എക്സസ് കാരിയർ ഇൻ സെമികണ്ടക്ടർ എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന സെമികണ്ടക്ടറിൽ നമുക്ക് ഇൻട്രിൻസിക് കാരിയർ ഉണ്ടാവും. സോ through several mechanisms like photo generation, electron bombardment, electron injection, excess carriers are generated. അതായത് some more carriers are generated. Such type of carriers are called excess carriers. ഈ കാരിയേഴ്സ് എങ്ങനെ ഉണ്ടാകുന്നത് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോട്ടോ ജനറേഷൻ വെച്ച് എങ്ങനെ ഉണ്ടാകുന്നത് വെച്ചാൽ, ലൈറ്റ് വന്ന് വീഴുമ്പോൾ വാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്തിട്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. സോ ആ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം അതിന് നഷ്ടമാവും. സോ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് വീണ്ടും ആ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ വരും ബൈ റിലീസിങ് എനർജി. സോ ഇതാണ് എക്സസ് കാരിയേഴ്സ് ഉണ്ടാവുന്നതിൻ്റെ ഒരു മെത്തേഡ്. വി യൂസ് ദ ടേം ഡെൽറ്റ എൻ ആൻഡ് ഡെൽറ്റ പി ടു റെപ്രസെൻറ്റ് എക്സസ് കാരിയേഴ്സ്. സോ എക്സസ് കാരിയേഴ്സ് ഉണ്ടെങ്കിൽ ആ സെമികണ്ടക്ടറിലെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ N ഈക്വൽ ടു N0 പ്ലസ് ഡെൽറ്റ എൻ ആൻഡ് P ഈക്വൽ ടു P0 പ്ലസ് ഡെൽറ്റ പി, where N0 and P0 are intrinsic carrier concentration of electron and holes respectively. So next we have electron injection. Excess carriers develop ചെയ്യുന്ന ഒരു മെത്തേഡാണ് electron injection. This is of two type, low level injection and high level injection. അതായത് low level injection എന്ന് പറഞ്ഞാൽ the excess carriers, the presence of excess carriers can be neglected. അതായത് ഇപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺ ആണ്, മൈനോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണ്. സോ ഈ മൈനോറിറ്റി കാരിയറായ ഹോൾസിനേക്കാൾ കുറവായിരിക്കും നമ്മുടെ എക്സസ് കാരിയർ. സോ ഇറ്റ് ക്യാൻ ബി നെഗ്ലക്റ്റ്. സോ ഇൻ ദ കേസ് ഓഫ് പി ടൈപ്പ് സെമി കണ്ടക്ടർ, മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആയിരിക്കും, മൈനോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺ ആയിരിക്കും. സോ ഈ ഇലക്ട്രോണേക്കാൾ കുറവായിരിക്കും എക്സസ് കാരിയേഴ്സിൻ്റെ പ്രസൻസ്. സോ ഫോർ കാൽക്കുലേറ്റിംഗ് ടോട്ടൽ നമ്പർ ഓഫ് കാരിയേഴ്സ് വി ക്യാൻ നെഗ്ലക്റ്റ് ദ പ്രസൻസ് ഓഫ് എക്സസ് കാരിയേഴ്സ്. പിന്നെ ഹൈ ലെവൽ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സസ് കാരിയേഴ്സിൻ്റെ എമൗണ്ട് വിൽ ബി കമ്പയറബിൾ ടു മെജോറിറ്റി കാരിയേഴ്സ്. ദാറ്റ് ഈസ് ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കാരിയേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സസ് കാരിയേഴ്സ് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഏകദേശം മെജോറിറ്റി കാരിയേഴ്സിൻ്റെ നമ്പറായിട്ട് അടുത്ത് കിടക്കുന്ന നമ്പറായിരിക്കും കിട്ടുക. dN/dt എന്ന് പറഞ്ഞാൽ ടേം ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ. ആൻഡ് ആൽഫ ആർ Ni സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടേം ഓഫ് തെർമൽ ജനറേഷൻ. ആൻഡ് ആൽഫ ആർ Np എന്ന് പറഞ്ഞാൽ ടേം ഫോർ റീകോമ്പിനേഷൻ. സോ കണ്ടക്ഷൻ ബാൻഡിൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺ ചേഞ്ച് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രോൺ ജനറേറ്റ് ചെയ്ത് കമ്പൈൻ ചെയ്തതിന് ശേഷമുള്ള കമ്പൈൻഡ് എഫക്റ്റാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ത്രൂ സെവറൽ മെക്കാനിസം എക്സസ് കാരിയേഴ്സ് ആർ ജനറേറ്റഡ്. ഇത് ജനറേറ്റ് ചെയ്തത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നേരത്തെ അതിന് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റിലേക്ക് പോവും. സോ
സോ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇക്വേഷൻ 1 എഴുതിയത്. സോ ഇപ്പോൾ എക്സസ് ക്യാരിയേഴ്സ് പ്രസൻ്റ് ആണെങ്കിൽ നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ n of t equal to n naught plus delta n of t and p of t equal to p naught plus delta p of t. രണ്ട് ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കുന്നു. സോ നമ്മുടെ ഇക്വേഷൻ 1ലേക്ക് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് n of tയുടെ സ്ഥലത്ത് n naught plus delta n of t കൊടുക്കുന്നു, p of tയുടെ സ്ഥലത്ത് p naught plus delta p of t കൊടുക്കുന്നു. So before applying it, we want to convert our first equation to the form minus dn of t by dt equal to alpha r np minus alpha r na square. ഇത് എന്തിനാ അങ്ങനെ ആക്കണമെന്ന് വെച്ചാൽ for finding our solution easily. ഇതെങ്ങനെയാണ് ആയതെന്ന് വെച്ചാൽ അത് RHS ടേമിൽ നിന്ന്, അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് ടേമിൽ നിന്ന് നമ്മളൊരു നെഗറ്റീവ് ഔട്ട് സൈഡ് എടുക്കും. ആൻഡ് ആ നെഗറ്റീവ് സൈഡ് വിൽ ഷിഫ്റ്റ് ടു ലെഫ്റ്റ് സൈഡ്. എന്നിട്ടാണ് നമ്മൾ ഈ n of t ആൻഡ് p of tക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്താണെന്ന് വെച്ചാൽ മൈനസ് d by dt ഓഫ് ഡെൽറ്റ n of t ഈക്വൽ ടു ആൽഫ ആർ ഡെൽറ്റ n of t ഇൻറ്റു n naught പ്ലസ് p naught പ്ലസ് ആൽഫ ആർ ഡെൽറ്റ n സ്ക്വയർ t. ഇവിടെ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു അസംഷൻ എടുക്കുന്നുണ്ട്. അതായത് എക്സസ് ക്യാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ n ഡെൽറ്റ p നിങ്ങൾക്കറിയാം. ഇൻ ഓൾമോസ്റ്റ് ഓൾ കേസസ് ഡെൽറ്റ n ഈക്വൽ ടു ഡെൽറ്റ p. അങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത്. പിന്നെ അടുത്ത ഒരു അസംഷൻ നമ്മൾ എടുക്കുന്നത് അവിടെ ലോ ലെവൽ ഇഞ്ചക്ഷനാണ് നടക്കുന്നത് എന്നാണ്. സോ വി ക്യാൻ നെഗ്ലക്ട് ദ ടേം ഡെൽറ്റ. സോ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ മൈനസ് d by dt ഓഫ് ഡെൽറ്റ n of t അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആൽഫ ആർ ഡെൽറ്റ n of t ഇൻറ്റു n naught പ്ലസ് p naught. So for p-type semiconductor, the value of p naught will be far greater than n naught. അതായത് n naught എന്ന് പറഞ്ഞാൽ അതിൽ മൈനോറിറ്റി കാരിയർ ആണ് ഇലക്ട്രോൺസ്. സോ p-type semiconductor ഹോൾസ് ആണ് മെജോറിറ്റി കാരിയർ. സോ വി ക്യാൻ നെഗ്ലക്ട് ദ ടേം n naught. സോ വി ഗെറ്റ് ആൽഫ ആർ ഡെൽറ്റ n of t ഇൻറ്റു p naught. So we get a second order differential equation. By solving that equation, we get delta n of t equal to delta n e raised to minus alpha p naught t, that is equal to delta n e raised to minus t by tau n, where tau n is known as recombination lifetime or minority carrier lifetime. It is equal to 1 by alpha r p naught for p-type semiconductor, and delta എന്ന് പറഞ്ഞാൽ initial concentration of carriers. Similarly for n-type semiconductor, delta p of t equal to delta p e raised to minus alpha r n naught into t, that is equal to delta p into e raised to minus t by tau p, where tau p equal to 1 by alpha r n naught. So for an n-type semiconductor, holes are minority carrier. Its excess carrier lifetime, that is the lifetime of holes. Since we are taking low level injection, we can neglect the excess carriers, that is delta n and delta p terms, and here we consider minority carriers as the excess carriers. So അപ്പോൾ ഈ മൈനോറിറ്റി കാരിയറിൻ്റെ ലൈഫ് ടൈം കാണിച്ചു തരുന്ന ഇക്വേഷനാണ് നമുക്കിപ്പോൾ കിട്ടിയത്. അതായത് ഡെൽറ്റ പി ഓഫ് ടി ഈക്വൽ ടു ഡെൽറ്റ പി ഇ റേസ് ടു മൈനസ് ടി ബൈ ടോ പി. സോ നമ്മളത് ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു പിക്ചർ കിട്ടും. അതായത് y ആക്സിസിൽ
concentration of minority carrier, x-axis the temperature. So the graph would look like this. അതായത് ടൈം 0 ആകുമ്പോൾ ഡെൽറ്റ പി കോൺസെൻട്രേഷൻ ഉണ്ടാവും. ആൻഡ് ആസ് ദ ടൈം പ്രോഗ്രസസ് ദ ഗ്രാഫ് ഡിക്രീസസ് exponentially and approaches P naught, that is intrinsic whole concentration value. അതായത് ടൈം കൂടുന്തോറും മൈനോറിറ്റി കാരിയേഴ്സിനായിരിക്കും അതിൻ്റെ കോൺസെൻട്രേഷനായിരിക്കും ലാർജ് ചേഞ്ച് ഉണ്ടാവുക. ആൻഡ് മെജോറിറ്റി കാരിയേഴ്സിന് അത്ര വലിയ ചേഞ്ച് ഒന്നും എഫക്റ്റ് ആവില്ല. ഇതുപോലെ തന്നെയാണ് പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഇലക്ട്രോൺസിൻ്റെ അവസ്ഥയും. നെക്സ്റ്റ് ഈ മൊഡ്യൂൾ വരുന്ന ടോപ്പിക്കാണ് സ്റ്റഡി സ്റ്റേറ്റ് കാരിയർ ജനറേഷൻ. സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് പാർട്ടിക്കിൾ വെൻ ടൈം ഈസ് ഈക്വൽ ടു 0. സോ ഇൻ സെമി കണ്ടക്ടർ കാരിയേഴ്സ് ആർ ജനറേറ്റഡ് ഇൻ 2 manner, thermally and by light. For thermal generation of carriers we use the term G of T. G of T എന്ന് പറഞ്ഞാൽ thermally generated carriers, and it is equal to alpha r n naught into p naught. It is equal to alpha r n I square. So thermally generated intrinsic carriers, the rate amount will be equal to recombination rate. For representing carriers generated by light we use the term G of P, that is optical generation ratio. So total carriers generated എന്ന് പറഞ്ഞാൽ G of T plus G of P, that's equal to alpha r into n into p. ഈ n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സസ് കാരിയേഴ്സ് ഉള്ളത് കൊണ്ട് n ഈക്വൽ ടു n നോട്ട് പ്ലസ് ഡെൽറ്റ n and p equal to p naught plus delta p. So substitute that for n and p. എന്നിട്ട് since we are considering steady state, the time is equal to 0. A time equal to 0, delta n will be equal to delta p, and excess carriers delta n equal to delta p. So നമ്മൾ ഈക്വേഷൻ സോൾവ് ചെയ്ത് വരുമ്പോൾ we will get G of T plus G of P equal to alpha r into n naught p naught plus delta n into n naught plus p naught plus delta n square. Here we are considering low level injection, therefore we can neglect the term delta n square. And alpha r n naught p naught equal to G of T. So RHSലുള്ള ഈ വാല്യൂ പിന്നെ LHSലുള്ള G of T തമ്മിൽ ക്യാൻസൽ ആയി പോകും, ബിക്കോസ് ദേ ആർ സെയിം. സോ ഫൈനലി വി ഗെറ്റ് G of P equal to alpha r into delta n into n naught plus p naught. For n-type semiconductor we neglect p naught. Therefore G of P equal to delta n by tau n, that is tau n equal to 1 by alpha r p naught. So excess carrier concentration delta n equal to G of P into tau n. ഡെൽറ്റ എന്നും ഡെൽറ്റ പിയും സെയിം ആയിരിക്കും, കാരണം എക്സസ് കാരിയേഴ്സ് ഉണ്ടാവണം എങ്ങനെയാണെന്ന് വെച്ചാൽ സിമിലർ ടു ഇലക്ട്രോൺ ഹോൾ പെയർ ഫോർമേഷൻ. ഇപ്പോൾ കുറച്ച് ഇലക്ട്രോൺ കൂടുതൽ ഒരു സെമി കണ്ടക്ടറിൽ ഉണ്ടെങ്കിൽ അതേ എമൗണ്ട് എന്താ ഹോൾസും ആ സെമി കണ്ടക്ടറിൽ ഉണ്ടാവും. സോ we can write delta p equal to G of P into tau n, since both delta p and delta n are equal. നെക്സ്റ്റ് ഈ മൊഡ്യൂളിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ക്വാസി ഫെർമി ലെവൽ. അതായത് ഇപ്പോൾ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ നമുക്ക് റിലേഷൻ ഉണ്ട്, അതായത് n naught p naught equal to n I square according to law of mass action. But if excess carriers are present
n into p not equal to ni square. So to find concentration of holes and electron, we can't use the equation for finding equilibrium concentration of holes and electron. And pinne equilibrium concentration we only use Fermi level. Fermi levels are not enough to find concentration of holes and electron in a condition with excess carriers. So we use the concept quasi Fermi level. It is Fn and Fp. Fn എന്ന് പറഞ്ഞാൽ electron quasi Fermi level and Fp എന്ന് പറഞ്ഞാൽ hole quasi Fermi level. So applying this concept, the equation for finding holes and electron in equilibrium condition get modified. That is, to find equilibrium concentration of electron, we have the equation n naught equal to ni into e raised to ef minus ei by kt. ഇത് എക്സസ് കാരിയേഴ്സ് വരുമ്പോൾ വാലിഡ് ആവില്ല. ബിക്കോസ് എക്സസ് കാരിയേഴ്സ് വരുമ്പോൾ എന്നിൻ്റെ വാല്യൂ n naught അല്ല. അതായത് n will be n naught plus delta n. So instead of ef we introduced Fn, that is quasi Fermi level for electron. Then the equation will become n equal to ni into e raised to Fn minus ei by kt. Similarly for holes, p will be equal to p naught plus delta p. So replacing Fermi level ef with Fp, we get the equation p equal to pi into e raised to ei minus fp by kt. സോ ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ ഇലക്ട്രോണിൻ്റെയും ഹോളിൻ്റെയും കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. ഇപ്പോൾ എക്സസ് കാരിയേഴ്സ് പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ ആൾസോ ഡിറൈവ് എ ന്യൂ റിലേഷൻ, ദാറ്റ് ഈസ് ന്യൂ റിലേഷൻ അല്ല, ലോ ഓഫ് മാസ് ആക്ഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എക്സസ് കാരിയേഴ്സ് വരുമ്പോൾ എൻ പി ഈക്വൽ ടു എൻ ഐ സ്ക്വയർ. സോ ഹിയർ ലോ ഓഫ് mass action get modified to n into p equal to ni square into e raised to fn minus fp by kt. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ. ഈ മൊഡ്യൂളിൽ വരുന്ന എല്ലാ ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന മൊഡ്യൂളുകൾക്കും ഈ ടോപ്പിക്ക് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.